നമസ്കാരം. പ്രധാന വാർത്തകൾ. നാട്ടുകല്ലിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. കുട്ടി പഠിച്ചിരുന്ന ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ പ്രതിഷേധം. സ്കൂളിലെ മാനസിക പീഡനം കൊണ്ടാണ് കുട്ടി മരിക്കാനിടയായതെന്ന ആരോപണം. സ്കൂളിൽ സംഘർഷാവസ്ഥ. പ്രതിഷേധത്തെ തുടർന്ന് പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേരെ പുറത്താക്കി. 1.5 മാർക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ 9ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തിയിരുന്നതായി പിതാവ് പ്രശാന്ത്. ചെർപ്പളശ്ശേരിയിൽ കൃഷിഭവനെതിരായ അഴിമതി ആരോപണം. ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും പങ്കെന്നാരോപിച്ച് UDF നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന് നേതാക്കൾ. UDF നടത്തിയ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്നും കർഷകർക്ക് ഒരാനുകൂല്യവും നഷ്ടമായിട്ടില്ലെന്നും ചെയർമാൻ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന പദ്ധതികൾക്ക് സെക്രട്ടറി തടസ്സം നിൽക്കുകയാണെന്ന ആരോപണം. കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. തനിക്കെതിരായ കോൺഗ്രസ് ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സെക്രട്ടറി. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ABC പദ്ധതിക്കായി കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതായി കൗൺസിലർമാർ. നഗരസഭയിലെ എല്ലാ തെരുവുനായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കുമെന്ന് ചെയർപേഴ്സൺ. ഒറ്റപ്പാലത്ത് ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 3 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. പിഴ ഈടാക്കി. പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ. അങ്ങാടിപ്പുറത്തെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും. ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ പണിമുടക്കും. അങ്ങാടിപ്പുറത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന മഞ്ഞളാംകുഴി അലി MLA. 27-ന് യോഗം ചേരും. വിശദമായ വാർത്തകൾ നോക്കാം. നാട്ടുകല്ലിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. കുട്ടി പഠിച്ചിരുന്ന ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ പ്രതിഷേധം. സ്കൂളിലെ മാനസിക പീഡനമാണ് കുട്ടി തൂങ്ങി മരിക്കാൻ കാരണമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംഭവത്തെ തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേരെ പുറത്താക്കി. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്ടുകൽ സ്വദേശി ആശ്രിനന്ദ ആത്മഹത്യ ചെയ്തത് സ്കൂൾ അധികൃതരിൽ നിന്നുണ്ടായ മാനസിക പീഡനത്തിൽ മനംനൊന്താണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്ന കാരണം പറഞ്ഞ് ആശ്രിനന്ദ ഉൾപ്പെടെ ചില വിദ്യാർത്ഥികളെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ മനംനൊന്താണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും പ്രതിഷേധക്കാരും ആരോപിക്കുന്നത്. BJP, കോൺഗ്രസ്, SFI, MSF സംഘടനകളാണ് ബുധനാഴ്ച രാവിലെ സ്കൂളിലേക്ക് സംഘടിച്ചെത്തിയത്. BJP പ്രവർത്തകർ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ ആവശ്യം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തകരും മാനേജ്മെന്റുമായി ചർച്ച നടത്തി. തുടർന്ന് SFI, MSF പ്രവർത്തകരും സ്കൂളിലേക്ക് എത്തിയതോടെ അധികൃതരുമായി വാക്കേറ്റമുണ്ടായി. തുടർന്ന് നടത്തിയ ചർച്ചയിൽ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ S. അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി സംഘർഷം ലഘൂകരിച്ചു. നാളെ SFIയുടെ മാർച്ച് ഈ സ്കൂളിനകത്തേക്ക് ജില്ലാ തലത്തിൽ വലിയ മാർച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കും. ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. അങ്ങനത്തെ ഒരു നിലയിലേക്ക് ഒരു ഇടിമുറിയും ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്കൂളും ഇവിടെ പ്രവർത്തിച്ചു പോകണ്ട എന്നുള്ളത് തന്നെയാണ് എല്ലാ കാലത്തും SFI എടുത്തിട്ടുള്ള നിലപാട്. ഇവിടെ കുട്ടികൾ പരീക്ഷ നടത്തിയപ്പോൾ അവരടക്കം വീട്ടിലേക്ക് ഭീഷണി അയച്ചിട്ടുണ്ട്. കാരണം ഇതിൽ പരിപാടിക്ക് പങ്കെടുത്ത കുട്ടികൾ ഈ സ്കൂളിന് എന്തെങ്കിലും ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അതിൽ നടപടി സ്വീകരിക്കുന്നത് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ ലെറ്റർ പാഡിൽ ഇവർ ന്യൂസ് അയച്ചിട്ടുണ്ട്. ഓരോ രക്ഷാവിന്റെ ചർച്ച തുടരുന്നതിനിടെ വിദ്യാർത്ഥികളുമായും സമരക്കാർ ചർച്ച നടത്തി. അധ്യാപകർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് വിദ്യാർത്ഥികളും ഉന്നയിച്ചത്. അധ്യാപകർ ചവിട്ടിയതുൾപ്പെടെ തങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. അവളങ്ങനെ വിഷമിക്കൊക്കെ ചെയ്തിരുന്നു. ഓരോ ഗ്രേഡ് അനുസരിച്ച് ഈ ക്ലാസ്സിലാക്കി അവിടെ മാർക്ക് നല്ല കുറഞ്ഞായിരുന്നു. അപ്പൊ ഗേൾസ് 5 പേരുണ്ടായിരുന്നു, ബാക്കി മൊത്തം ബോയ്സ് ആയിരുന്നു. അപ്പൊ ആ 5 പേരിൽ
അവള് ഒരാള്, പിന്നെ ബാക്കിയുള്ള പെൺകുട്ടികളെ അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു വിഷമത്തിലും അങ്ങനെ നമ്മളോട് വന്നപ്പോൾ നമ്മളെ പരാതിയൊക്കെ ശരിക്കും ചെറുതാണ്. ഇവിടെ കുട്ടികൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങളും പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ. നമ്മളൊക്കെ ഓരോ രക്ഷിതാക്കൾ കംപ്ലൈന്റ് പറയാനുണ്ടെങ്കിൽ ചെറിയൊരു സംഭവമായിട്ട് പറയാം. അതായത് ഇപ്പൊ ഇവരെ ടോർച്ചർ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ മഴക്കാലത്ത് ഇവിടെ ഫസ്റ്റത്തെ 4 മാസം നമ്മൾ ചെരുപ്പിട്ടിട്ട് സ്കൂളിലേക്ക് വരാന്നുള്ളതാണ് കുട്ടികൾക്ക് ആദ്യം കൊടുത്തിരുന്നത്. ഫസ്റ്റ് 4 മാസം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഷൂ ഇട്ടിട്ട് വരാന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇവിടെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണോ അതിനനുസരിച്ചിട്ട് വരാന്നുള്ളതാണ്. ചെരുപ്പിട്ടിട്ടാണെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് വെയിലാണെങ്കിൽ എന്തുകൊണ്ട് ഷൂ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ വെച്ചാണ് കുട്ടികളുടെ ടോർച്ചർ. തുടർന്ന് സംഘടനകൾ കുറ്റക്കാരായ അധ്യാപകരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്വേഷണ വിധേയമായി പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 3 പേരെ സസ്പെൻഡ് ചെയ്തുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എന്നാൽ ഇതിൽ തൃപ്തരാകാതെ സമരക്കാർ ബഹളം വയ്ക്കുകയും വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. തുടർന്ന് മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ സ്ഥലത്തെത്തി ചർച്ച തുടർന്നു. ഇതിലാണ് പ്രിൻസിപ്പൽ OP ജോയ്സി, പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ല ബാബു, അധ്യാപിക AT തങ്കം എന്നിവരെ പുറത്താക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് PTA യോഗം വിളിച്ച് തുടർ നടപടികൾ ചർച്ച ചെയ്യും. വ്യാഴാഴ്ച വിദ്യാലയത്തിന് അവധിയും നൽകി. ആരോപണ വിധേയരായവർക്കെതിരെ വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് MSF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞ മൊഴികളുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പുറത്താക്കിയ ഇവിടുത്തെ ആളുകളെ FIR-നകത്ത് ഉൾപ്പെടുത്തി അവരെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിനകത്ത് നടക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകൾ, വിദ്യാർത്ഥി വിരുദ്ധമായ നയങ്ങളുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നാളെ 2 മണിക്ക് വിളിച്ചിട്ടുള്ള PTA യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്യാമെന്നും വിദ്യാർത്ഥി സംഘടനയോട് ആ യോഗത്തിൽ പങ്കെടുക്കാമെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് താൽക്കാലികമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ നിർത്തിവെക്കുകയാണ്. ഇനി FIR-ൽ ഇവരുടെ പേര് ഉൾപ്പെടുത്തി പ്രേരണാ കുറ്റത്തിനും കൊലക്കുറ്റത്തിനും അവരുടെ കേസെടുത്തില്ലെങ്കിൽ തീർച്ചയായും അത് പോലീസ് സ്റ്റേഷനിലെ മാർച്ചടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ ഇന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോപണ വിധേയരായവരെ പുറത്താക്കണമെന്നും വിദ്യാർത്ഥികളുടെ പരാതിയിന്മേൽ അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്നും SFI നേതാക്കളും ആവശ്യപ്പെട്ടു. മാനേജ്മെന്റിനെ അതുപോലെ ഇവിടുത്തെ അധ്യാപകരോട് പറയാൻ ഞങ്ങൾക്കൊരു വേദി കിട്ടുന്നില്ല. നമ്മൾ ആദ്യം ഒരുക്കി കൊടുത്തത് അവർക്ക് പറയാനുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ചർച്ച. പേരൻസ് ഒരു വർഷമായിട്ട് ഇവിടെ വന്ന് പോയിക്കൊണ്ടേയിരിക്കുക. PTA യോഗങ്ങളിൽ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ ഇവിടുത്തെ PTA യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. നിരന്തരം പ്രിൻസിപ്പാളെ കാണണമെങ്കിൽ ടോക്കൺ എടുത്ത് അവർ പറയുന്ന ഡേറ്റിൽ വന്നാൽ മാത്രമേ പേരൻസിന് അവരുടെ കുട്ടികളെ കുറിച്ചുള്ള കാര്യം പ്രിൻസിപ്പാളിനോട് സംസാരിക്കാൻ വേണ്ടി കഴിയും. ഈ നിലയിലാണ് പറയുന്നത്. അപ്പോൾ പേരൻസിന് ഉൾപ്പെടെ അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ അതിനുകൂടി പേരൻസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും പറയാനുള്ള ഒരു പേജ് നമ്മൾ ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയ്ക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്ന സാഹചര്യം നമ്മളാകെ നിലവിൽ നിലവിൽ നടപടി വന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ സ്കൂളില്ല എന്നത് പറയാൻ പോലും തയ്യാറാവാത്ത ഒരു സ്കൂൾ അധികൃതരാണ്. അപ്പോൾ ആ നിലയിലേക്ക് ആ വിഷയത്തെ ഇന്നും അവർ വേണ്ടത്ര ഗൗരവത്തിൽ കണ്ടിട്ടില്ല. അത് കാണണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ CBSE സ്കൂളുകൾ ഒട്ടനവധി നമ്മുടെ കേരളത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളെ ഒന്നും അടുപ്പിക്കാതിരുന്ന ഈ വിദ്യാലയങ്ങളൊക്കെ എന്തോ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറും, ഇവിടെ ഉള്ളവരെല്ലാം വലിയ ഡിസിപ്ലിനുള്ള ആളുകളായി മാറും എന്ന തെറ്റിദ്ധാരണയോടുകൂടി നമ്മുടെ സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരൻസ് അതിൽ തെറ്റിദ്ധരിക്കപ്പെടും. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നതെന്നും ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇൻസ്പെക്ടർ S. അനീഷ് പറഞ്ഞു. പ്രതിഷേധക്കാർ പോലീസ് നടപടി കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ മരിച്ച ആശ്രിനന്ദയുടെ പിതാവ് പ്രശാന്തും രംഗത്ത്. 1.5 മാർക്കിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് 9ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്താൻ സമ്മതമാണെന്ന് തങ്ങളെ കൊണ്ട് എഴുതി വാങ്ങിച്ചിരുന്നതായി പിതാവ് പറഞ്ഞു. ഇതിന്റെ പേരിൽ ഇതുവരെ പഠിച്ചിരുന്ന ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. സ്കൂളിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും ആശ്രിനന്ദയുടെ പിതാവ് പ്രശാന്ത് പറഞ്ഞു. മീറ്റിങ്ങിന് വിളിച്ച് അവിടുന്ന് ഓരോ കുട്ടികളെയും സെപ്പറേറ്റ് വിളിച്ച്, അന്ന് സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു മേഡമാണ് അവിടെ ഇരുന്നായിരുന്നു. അവരെ സെപ്പറേറ്റ് വിളിച്ച്
മോളെയും വിളിച്ച് പറഞ്ഞു അവൾക്ക് ഇവർ എത്ര 6.5 മാർക്ക് 1.5 മാർക്കിൻ്റെ കമ്മിയാണ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്നോട്. കമ്മി ഉണ്ട് അതിനകത്ത്. ഇനി അടുത്ത പ്രാവശ്യം ഇത് കവർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് 9ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് തന്നെ മാറ്റിയിരുത്തും, 8ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ, അത് സ്കൂളിൻ്റെ റൂളാണ്, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണോ അവൾക്ക് ഇനി അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറയുന്ന നിങ്ങൾ നടപടി എന്ത് വേണമെന്ന് വെച്ചാലും എടുത്തോളൂ, അത് അക്സെപ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, 8ാം ക്ലാസ്സിലേക്ക് ഇരുത്തും തന്നെ പറഞ്ഞിട്ട് എഴുതി തരണമെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ചു. മോളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് പാരന്റ് സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാം കൂടെ മാനസിക അത് ആ ലെറ്റർ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാം ഇപ്പോൾ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവും അതൊക്കെ കൂടെ. അതിൻ്റെ ഭാഗം തന്നെയാണത്. 4 or 5 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെയാണ് അവർ ഷഫിൾ ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. എൻ്റെ കുഞ്ഞിനോട് അത് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ബസ് ഇറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചേനെ നേരം. എൻ്റെ മോള് എന്തുകൊണ്ടോ പറഞ്ഞില്ലായിരുന്നു. ചെർപ്പശ്ശേരിയിൽ കർഷകരുടെ ഗുണഭോക്തൃ വിഹിതവുമായി ബന്ധപ്പെട്ട് കൃഷിഭവനെതിരെ ഉയർന്ന അഴിമതി ആരോപണം. UDF നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പശ്ശേരി കൃഷിഭവനിൽ കർഷകർ അടച്ച ഗുണഭോക്തൃ വിഹിതം നഗരസഭയിലടയ്ക്കാതെ തിരിമറി നടത്തിയതിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നാരോപിച്ചും ഇതിന് കൂട്ടുനിന്ന നഗരസഭാ ചെയർമാനും കൃഷിഭവന്റെ ചുമതലയുള്ള കാർഷിക വികസന സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും ആവശ്യപ്പെട്ടാണ് UDFന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പുതനാൽക്കൽക്കാവ് പരിസരത്തു നിന്നും പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് നടത്തിയ സ്വകാര്യ പണമിടപാട് ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് KK അസീസ് ആവശ്യപ്പെട്ടു. നിങ്ങൾക്കറിയോ, ഈ കാട്ടുകാരുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല, ഈ കൃഷി ഓഫീസറുടെ അഴിമതിയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്ന ഈ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. ഈ കൃഷി ഓഫീസറുടെ എല്ലാ മുതലാളികൾക്കും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ ചെയർമാനും ഉത്തരവാദികളാണ്. നിങ്ങൾക്കറിയോ, ഈ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരു സർവീസ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. അവിടെ നിന്ന് ലീവെടുത്തിട്ടാണ് ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഇരിക്കുന്നത്. ഇവിടെ ഈ ഉദ്യോഗസ്ഥൻ കള്ളനാണെങ്കിൽ ഈ കള്ളന് കഞ്ഞി വെച്ചവനാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഈ ഉദ്യോഗസ്ഥൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ആരാണ് സാക്ഷി ആലോചിക്കണം. അതിന് സാക്ഷിയായിട്ട് ഈ ഉദ്യോഗസ്ഥന്റെ അതായത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ സാലറി സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോ ഈ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് എന്താണ് എങ്ങനെ വിശ്വസിക്കുന്നവര് നിരാധകളുടെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പറയുന്നു. ഈ സുനിൽ കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ലോൺ എടുക്കാൻ വേണ്ടി UDF മുനിസിപ്പൽ കൺവീനർ P. അക്ബർ അലി അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ CA ബക്കർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ്, കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം PP വിനോദ് കുമാർ, കൗൺസിലർമാരായ K. രജനി, ഷീജ അശോകൻ, P. മൊയ്തീൻകുട്ടി, E. ഷാനവാസ് ബാബു, രശ്മി സുബേഷ്, ബിസ്രിയ, UDF നേതാക്കളായ P. സുബീഷ്, വിനോദ് കളത്തൊടി, MK നജീബ്, അഡ്വക്കേറ്റ് ഹാഷിം മുഹമ്മദ്, അഡ്വക്കേറ്റ് PR ജിഷിൽ, KP മുഹമ്മദ് അലി, ഇക്ബാൽ ദുറാനി, മുനീർ തള്ളച്ചിറ, M. ഗോവിന്ദൻകുട്ടി, MA റഷീദ്, P. രാംകുമാർ, K. ഉണ്ണികൃഷ്ണൻ മഞ്ചകല്ല്, അനീഷ് കുടിക്കുന്നൻ, സുഭാഷ് മഞ്ചകല്ല്, ഷാജി ഒഴുക്കപ്പാറൻ, A. രാമകൃഷ്ണൻ, പ്രഭാകരൻ കാവുവട്ടം, ശിവൻ ദൂത, നാസർ ഉങ്ങുന്തറ, KV ശ്രീകുമാർ, K. ഹരിദാസൻ, രാധാകൃഷ്ണൻ കരുമാനംകുറിശി എന്നിവർ നേതൃത്വം നൽകി. കർഷകർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമായെന്ന് പറഞ്ഞ് UDF ചെർപ്പശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് നഗരസഭാ ചെയർമാൻ. ഏതാനുകൂല്യമാണ് കൃഷിക്കാർക്ക് ലഭിക്കാതെ പോയതെന്ന് സമരക്കാർ വ്യക്തമാക്കണം.
ഫണ്ട് തിരിമറി നടത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കൃഷി ഓഫീസർക്കാണ്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കൃഷി ഓഫീസർക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. കൃഷിക്കാർക്ക് ആനുകൂല്യം നൽകാതെ നഷ്ടപ്പെടുത്തുകയോ അത് വേറെ ആരെങ്കിലും തട്ടിയെടുക്കുകയോ ചെയ്തു പറയുന്നത് ശരിയല്ല. കൃഷിക്കാരെ വഞ്ചിച്ചു എന്നാണ് ഈ സമരത്തിൽ ഇവർ അടിവരയിടുന്നത്. ഏത് ആനുകൂല്യമാണ് കൃഷിക്കാർക്ക് ലഭിക്കാതെ പോയത് എന്ന് ഇവർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് സംഭവിച്ചത് കൃഷിക്കാർക്ക് കൊടുത്ത ആനുകൂല്യത്തിൻ്റെ ഒരു വിഹിതം കൃഷി ഓഫീസറുമായി ഉണ്ടാക്കിയ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഒരു സ്ഥാപനത്തിന് നൽകാനുണ്ട്. അത് കൃഷി ഓഫീസറുടെ ബാധ്യതയാണത്. കൃഷിക്കാർ ജനകീയ കോൺട്രിബ്യൂഷൻ അടയ്ക്കുകയും അഡ്വാൻസ് ചെയ്ത് കൃഷിക്കാരേക്ക് ആനുകൂല്യം എത്തിച്ചതിന് ശേഷമാണ് അവരെന്ന് ജനകീയ കോൺട്രിബ്യൂഷൻ വാങ്ങുന്നത്. അത് വിത്തിൻ്റെ ആയാലും കുമ്മായമായാലും വളമായാലും ആദ്യം വിതരണം ചെയ്തതിന് ശേഷമാണ് അവരെന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങുന്നത്. അത് ഞങ്ങൾ കാർഷിക വികസന സമിതികൾ ചർച്ച ചെയ്ത് എത്ര പൈസയാണ് വാങ്ങേണ്ടത് തീരുമാനിച്ച് ആ പൈസ മാത്രമാണ് ഈടാക്കുന്നത്. ആദ്യം വിതരണമാണ് ആദ്യം നടക്കുന്നത്. അല്ലാതെ കൃഷിക്കാർക്ക് കൊടുക്കേണ്ട ഒരു പൈസയും എവിടെയും നഷ്ടപ്പെട്ടില്ല. കൃഷിക്കാർക്ക് വിതരണം ചെയ്ത ഏജൻസിക്ക് പണം കിട്ടാനുണ്ട്. അത് നഗരസഭയുടെ ബാധ്യതയല്ല, കൃഷിക്കാരുടെ ബാധ്യതയല്ല. നഗരസഭയുടെ കൃഷിക്കാരൻ്റെ ബാധ്യതയല്ല. അത് ആരുടെ ബാധ്യതയാണ്? അത് ഇടനിലക്കാരനായി തട്ടിയെടുത്ത ആളുടെ ബാധ്യതയാണ്. അല്ലാതെ അത് കൃഷിക്കാരുടെ എന്തോ ആനുകൂല്യം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നടത്തുന്ന പ്രചരണം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അറിയാണ്ടല്ല. കൃഷിക്കാർക്ക് നേരിട്ട് അറിയാം. അത് ഞങ്ങളെ ഭരണസമിതി വന്ന് 4 വർഷവും ഉഴവ് കൂലിയാണെങ്കിലും കുമ്മായ വിതരണമാണെങ്കിലും ജൈവവളമാണെച്ചാലും തരിശുഭൂമി കൃഷി ആണെച്ചാലും പൂക്കൃഷിക്കാനുള്ള സഹായം ആണെച്ചാൽ പോലും ഇതേതെങ്കിലും ഒരു ആനുകൂല്യം കൃഷിക്കാരന് നടപ്പാക്കാതെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയില്ല. ഇത് തെറ്റായി ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്യാ പറയാനുള്ളത്. അല്ലാതെ യാതൊരു തിരുമറി കൃഷിക്കാരുടെ ഒരു ആനുകൂല്യവും ഇതുവരേക്കും നഷ്ടപ്പെട്ടിട്ടില്ല. വികസന പദ്ധതികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി തടസ്സം നിൽക്കുകയാണെന്ന് ആരോപിച്ച് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. വികസന പദ്ധതികളുടെ ടെൻഡർ നടത്തിയില്ലെങ്കിൽ സെക്രട്ടറിയെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. VK ശ്രീകണ്ഠൻ MP ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാൻ തീരുമാനിച്ച തെങ്കര, എടത്തനാട്ടുകര, വടശ്ശേരിപ്പുറം ഭാഗങ്ങളിലെ പദ്ധതികൾ 1.5 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. പദ്ധതി നിർവഹണം വേഗത്തിലാക്കാൻ വേണ്ടി താൽക്കാലികമായി നിയമിച്ച ഓവർസിയർക്ക് ശമ്പളം നൽകാൻ പോലും സെക്രട്ടറി തയ്യാറായില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് വാഹനത്തിന്റെ കാര്യം വന്നാൽ പോലും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കി എങ്ങനെയാണ് ഈ ജനപ്രതിനിധികളെ ബുദ്ധിമുട്ടിക്കുക എന്നിങ്ങനെ ആലോചിച്ച് അവസാനം ഇപ്പോൾ ഇവിടെ MP-യുടെ ഫണ്ട് വന്നപ്പോൾ ട്രാൻസ്ഫർ ആണ്. ഒരു കാര്യം ഞാൻ പറയാം, പെൻഷൻ വാങ്ങൂല ഈ കുമാരി. പെൻഷൻ വാങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല ഇപ്പോൾ ഇവിടുന്ന് മണ്ണാർക്കാട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മണ്ണാർക്കാട്ടെ കോടതി കയറുന്നതിന് മിക്കവാറും മണ്ണാർക്കാട്ടേക്ക് വരേണ്ടി വരും എവിടെയാണെങ്കിലും. സ്ഥലം മാറ്റ ഉത്തരവ് എന്നോ വരുമെന്ന് പറഞ്ഞാണ് പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാത്തതെന്നും സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കിയാൽ ഇവർ എന്തു ചെയ്യുമെന്നും അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പറഞ്ഞു. സർക്കാരിന്റെ ട്രാൻസ്ഫർ ഓർഡർ ധാരാളം ക്യാൻസൽ ചെയ്യുന്നുണ്ട്. 1, 2 ഉത്തരവ് വന്നിട്ടില്ല. ഉത്തരവ് വരുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാനൊന്നും ചെയ്യില്ല. എനിക്ക് മാസം ലക്ഷക്കണക്കിന് ശമ്പളവും കിമ്പളവും വാങ്ങിക്കൊണ്ട് അവിടെ ചടഞ്ഞിരിക്കാമെന്ന് BDO വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സൂചനയാണ്. ഇനി പറഞ്ഞേക്കാം, ആ പേപ്പറിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ടെൻഡർ വിളിക്കാൻ BDO കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസിലേക്ക് BDOനെ കാലുകുത്താൻ സമ്മതിക്കില്ല. ഒരു സംശയം വേണ്ട, BDOനെ ഇവിടെ വെച്ച് തടയും ഞങ്ങള്. ഒരു സംശയം വേണ്ട. DCC അംഗം K. ബാലകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ KG ബാബു, സക്കീർ തയ്യിൽ, ഗിരീഷ് ഗുപ്ത, CJ രമേശ്, TK ഇപ്പു, സുബൈർ പാറക്കുട്ടിൽ, രാജൻ അമ്പാടത്ത്, മേരി സന്തോഷ്, D. വിജയകുമാരി, ലൈല എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന പദ്ധതികൾക്ക് താൻ തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന സെക്രട്ടറി K. അജിത് കുമാരി. കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ഉപരോധ സമരത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സെക്രട്ടറി. MP ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പദ്ധതിയും ടെൻഡർ വിളിക്കാൻ നിലവിൽ ബാക്കിയില്ല. കളക്ടറേറ്റിൽ നിന്ന് ഈ മാസം 17-ന് അനുമതി ലഭിച്ച പദ്ധതികളാണ് ടെൻഡർ വിളിക്കാനുള്ളത്.
അതിന്റെ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഓവർസിയറുടെ താൽക്കാലിക നിയമനം നിയമാനുസൃതമല്ലാത്തതിനാൽ തന്റെ അഭിപ്രായക്കുറിപ്പോടെ സർക്കാരിന് അയച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എല്ലാ തസ്തികകളിലും ജീവനക്കാരുണ്ട്. അതിനു പുറമെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്താൻ തനിക്ക് അധികാരമില്ല. തന്റെ കത്തിന് മറുപടിയായി ഓവർസിയർക്ക് സർക്കാർ ശമ്പളം നൽകാൻ പറഞ്ഞാൽ നൽകും. ഇതിൽ തനിക്ക് പിടിവാശിയില്ല. സർക്കാരിന്റെ പ്രതിനിധിയാണ് സെക്രട്ടറി. ആ ചുമതല നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. 3 വർഷമായി MP, MLA ഫണ്ടുകളിലായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഭരണസമിതി തനിക്കെതിരെ തിരിയുന്നതിന്റെ കാരണം അറിയില്ലെന്നും സെക്രട്ടറി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തില് 2016-17 വരെയുള്ള തുടങ്ങിയ വർക്കുകൾ ഞാൻ വന്നതിന് ശേഷമാണ് ഏകദേശം എല്ലാം തീർത്തത്. പക്ഷെ ഇപ്പൊ അടുത്തായിട്ട് MP വർക്കുകളിൽ ഒരു പെൻഡിങ് ഇല്ല. അവസാനമായിട്ട് ഈ മാസം 17-ാം തീയതിയാണ് നമുക്ക് ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകിയിട്ട് ഉത്തരവ് വരുന്നത്. ആ സമയത്ത് തന്നെ ധാരാളം വർക്കുകൾ MP വർക്കുകളും MLA വർക്കുകളും ധാരാളം തീർന്നു കിടക്കുകയാണ്. അപ്പം അതിനെല്ലാം ബില്ല് എഴുതി സർക്കാരിലേക്ക് കൊടുക്കേണ്ട തിരക്കായി. മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് തിരക്കിലായിരുന്നു. ഈ തിങ്കളാഴ്ച തന്നെയും എറണാകുളം ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിൽ ഹിയറിംഗിന് വേണ്ടിയിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വിളിക്കുകയും വെളുപ്പിന് 5 മണിക്ക് പോയാൽ ഞാൻ രാത്രി 10 മണി അടുപ്പിച്ചാണ് ഇവിടെ എത്തുന്നത്. എന്നിട്ട് പോലും പിറ്റേ ദിവസവും രാവിലെ ഓഫീസിൽ വന്ന് ഫീൽഡിലും മറ്റുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്നതിലേക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിന്നതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ അടിയന്തരമായിട്ട് തന്നെ ആ ടെൻഡർ പ്രൊസീജിയറിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഫയൽ മൂവ്മെന്റും ആയി കഴിഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വേറെ ഒരു അനാസ്ഥയോ ഒന്നും ഞാൻ കാണിച്ചിട്ടുമില്ല. വികസന പ്രവർത്തനത്തിന് ഒപ്പം തന്നെയാണ് മണ്ണാർക്കാട് BDO നിലനിന്നിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സംശയമോ തർക്കമോ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറേറ്റ് ഓഫീസിലും പ്ലാനിംഗ് ഓഫീസിലും അന്വേഷിച്ചാൽ മണ്ണാർക്കാട് BDO എന്ത് തടസ്സമാണ് ഈ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും MLA MP വർക്കുകളിൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം വരെയുള്ള സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ പണിമുടക്കും. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും മേൽപ്പാലത്തിന് സമീപത്തെ കുഴികൾ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് CITUവിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ബസ് തൊഴിലാളി യൂണിയനാണ് പണിമുടക്ക് നടത്തുന്നത്. അങ്ങാടിപ്പുറം വഴി വിവിധ റൂട്ടുകളിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് വ്യാഴാഴ്ച മുതൽ പണിമുടക്കുന്നത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് കാരണം ട്രിപ്പുകൾ മുടങ്ങുന്നതും സാമ്പത്തിക നഷ്ടവുമാണ് പണിമുടക്കിന് ആധാരമായി സ്വകാര്യ ബസ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദീർഘദൂര ബസ്സുകളും ഓട്ടം നിർത്തുമെന്ന് CITU ബസ് തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറം, മഞ്ചേരി, കോട്ടയ്ക്കൽ, വളാഞ്ചേരി, വലമ്പൂർ, കൂട്ടിൽ ഉൾപ്പെടെയുള്ള റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകൾ നിർത്തിവെക്കും. പെരിന്തൽമണ്ണ യൂണിറ്റ് ബസ് ഉടമസ്ഥ സംഘം തൊഴിലാളികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേൽപ്പാലത്തിലെയും അങ്ങാടിപ്പുറത്തെയും നിലവിലെ കുരുക്കും പാലത്തിന് സമീപം റോഡിലെ കുഴികളും മൂലമുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരണം ബസ്സുകൾക്ക് സമയക്രമം പാലിച്ച് സർവീസ് നടത്താൻ കഴിയുന്നില്ല. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. തുടർന്നാണ് ബസ് പണിമുടക്ക് തീരുമാനിച്ചത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ റോഡിലെ കുഴികൾ അടയ്ക്കാൻ ഫണ്ട് അനുവദിച്ച മാസങ്ങളായി. ടെൻഡർ നടപടികളും പൂർത്തിയായതാണ്. എന്നിട്ടും അധികൃതർ അവഗണന തുടരുകയാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് ശാശ്വത പരിഹാരം കാണുമെന്നും മഞ്ഞളാംകുഴി അലി MLA. അങ്ങാടിപ്പുറത്തെ ഗതാഗത സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും MLA മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഇതിനായി ജൂൺ 27 ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേരും. അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരത്തെ റോഡിൽ സ്ഥിരമായി രൂപപ്പെടുന്ന കുണ്ടും കുഴികളും ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് ഗതാഗത യോഗ്യമാക്കും. ഈ ഭാഗത്തെ അടഞ്ഞ അഴുക്കുചാലിലെ മണ്ണ് നീക്കം ചെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗതാഗത തടസ്സങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കളക്ടറുടെ ഓഫീസിൽ വെച്ചിട്ട് നമ്മുടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം പോലീസിൻ്റെയും അതുപോലെ തന്നെ റോഡിൻ്റെ NHൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ PWDയുടെ ഒക്കെ ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചു. ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ചിലപ്പോൾ അവിടെ തന്നെ ഈ പാലത്തിന് ശേഷം വല്ലാതെ എപ്പോഴും ഇങ്ങനെ വല്ലാതെ കുഴികൾ രൂപാന്തരപ്പെടുകയാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളം താഴ്ത്തുന്നുണ്ട്, ഉറവായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അത് എത്ര നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിലും നിൽക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ കട്ട പതിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും. അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള ഡ്രെയിനേജ് ആകെ മൂടിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളും ഹോട്ടലുകളും ഒക്കെ വന്നതോടുകൂടി ഡ്രെയിനേജുകളെല്ലാം മൂടിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് ഉണ്ടാക്കുക, കട്ട വിരിക്കുക, അതാണ് ഒരു പ്രധാന ഉദ്ദേശം. റോഡിലെ കുഴികൾ അടയ്ക്കാൻ ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഫണ്ട് അനുവദിച്ചതാണ്. ടെൻഡർ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങാടിപ്പുറത്തെ ഗതാഗത സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനും ആലോചനയുണ്ട്.
പരിഹാര നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ 27-ന് യോഗം ചേരും. ജൂൺ 25-ന് നിശ്ചയിച്ചിരുന്ന യോഗം 27-ലേക്ക് മാറ്റുകയായിരുന്നു. മേൽപ്പാലത്തിന് സമീപം റോഡ് തകർന്നതും ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമായതും ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരേണ്ടതും കണക്കിലെടുത്താണ് യോഗം വിളിച്ചു ചേർക്കുന്നതെന്ന് മഞ്ഞളാംകുഴി അലി MLA അറിയിച്ചു. നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് MLA പറഞ്ഞു. ഇപ്പോൾ ഉള്ള ട്രാഫിക് നിർബന്ധമായിട്ടും പരിഷ്കരിച്ചതിന് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അതിൽ പിന്നീടായി പോകും. പ്രധാനമായിട്ടും നമുക്കിപ്പോൾ ഇവിടെ ട്രാഫിക്കിൻ്റെ വലിയ പ്രശ്നമുള്ളത് ഒന്നിപ്പോൾ ഈ കുഴി രൂപാന്തരപ്പെട്ടപ്പോൾ പാലത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ ജംഗ്ഷനിൽ വെച്ചിട്ടായിരുന്നു. ജംഗ്ഷനിൽ പലപ്പോഴും അങ്ങോട്ട് അമ്പലത്തിൻ്റെ റോഡിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ആൾക്കാർ. അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡിലേക്കൊക്കെ ആൾക്കാർ ക്രോസ് ചെയ്ത് പോകുമ്പോഴും വാഹനങ്ങളൊക്കെ പോകുമ്പോഴും രണ്ട് ഭാഗത്തുള്ള വാഹനങ്ങൾ നിർത്തേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ പല ആൾക്കാരും പല സൈഡിൽ നിന്നൊക്കെയുള്ള വലിയ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്, വിലയേറിയ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് ചർച്ച ചെയ്തിട്ട് പോലീസുമായി ചർച്ച ചെയ്ത് അതിന് ട്രാഫിക് പരിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. മേൽപ്പാലവും ജംഗ്ഷനും ക്ഷേത്രം റോഡും പരിയാപുരം റോഡും ഉൾപ്പെടുന്ന ഭാഗത്ത് വൺ വേ സംവിധാനം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഒറ്റപ്പാലത്തെ വെറ്റിനറി പോളിക്ലിനിക്കിലേക്ക് വിവിധയിടങ്ങളിൽ നിന്ന് ABC പദ്ധതിക്കായി പിടിച്ചു കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതായാണ് ആരോപണം. മുസ്ലിം ലീഗ് കൗൺസിലർമാരാണ് ആദ്യഘട്ടത്തിൽ വിമർശനവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസവും ഒരു വിദ്യാർത്ഥിയെ തെരുവുനായ കടിച്ചെന്നും പേവിഷബാധ സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാനുള്ള നടപടി നഗരസഭ വൈകിപ്പിക്കുകയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീടുകൾക്ക് അകത്തുവരെ തെരുവുനായ്ക്കൾ കയറുന്ന സാഹചര്യമുണ്ട്. കുട്ടികളെ പുറത്തുവിടാൻ വരെ ഭയമാണെന്നും ലീഗ് കൗൺസിലർമാർ ആരോപിച്ചു. ഇതിനു പിന്നാലെ BJP, സ്വതന്ത്രമുന്നണി, CPM കൗൺസിലർമാരും ഇതേ ആരോപണവുമായി രംഗത്തെത്തി. വരോട്, കണ്ണിയമ്പുറം, RS റോഡ്, പാലപ്പുറം പ്രദേശങ്ങളിലും തെരുവുനായ ശല്യമുണ്ടെന്ന് അംഗങ്ങൾ ആരോപിച്ചു. വെറ്റിനറി ഡോക്ടറെ ഉൾപ്പെടുത്തി പ്രത്യേക യോഗം ചേർന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തീരുമാനം. ഒറ്റപ്പാലം പട്ടാമ്പി താലുകൾക്ക് ഒറ്റ ABC കേന്ദ്രമാണുള്ളത്. ഒറ്റപ്പാലത്തെ വെറ്റിനറി ആശുപത്രിയിലാണ് ഈ കേന്ദ്രം. പട്ടാമ്പി താലൂക്കിലെ പലയിടങ്ങളിൽ നിന്നുള്ള തെരുവുനായ്ക്കളെ ഉൾപ്പെടെ വന്ധ്യംകരണത്തിന് ശേഷം പിടിച്ച സ്ഥലത്ത് തിരിച്ചുവിടാതെ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ വിടുന്നുവെന്നാണ് ആരോപണം. ഒരു തവണ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ച ആരോപണമാണിത്. പട്ടാമ്പിക്ക് പ്രത്യേക ABC കേന്ദ്രം എന്ന പദ്ധതി ഇപ്പോഴും നടപ്പായിട്ടില്ല. പേവിഷബാധയുടെ ആശങ്ക പരിഹരിക്കാൻ ഒരാഴ്ചയ്ക്കകം നഗരസഭയിലെ എല്ലാ തെരുവുനായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കുമെന്ന് നഗരസഭാധ്യക്ഷ K. ജാനകി ദേവി പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. ന്യൂനൂറ, സഫ്രോൺ മന്ത്രി, ടീ സ്പോട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. ഒറ്റപ്പാലം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിലാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. ന്യൂനൂറ, സഫ്രോൺ മന്തി, ടീ സ്പോട്ട് തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. തുറന്നുവെച്ച പൊറോട്ട മാവ്, തുറന്നുവെച്ച കുബൂസ്, പാകം ചെയ്ത ബിരിയാണി റൈസ്, നൂഡിൽസ്, ചിക്കൻ ഫ്രൈ, മസാല പുരട്ടി, തീയതി രേഖപ്പെടുത്താതെ ഫ്രീസറിൽ സൂക്ഷിച്ച ചിക്കൻ, ഉപയോഗശൂന്യമായ ഓയിൽ, തീയതി രേഖപ്പെടുത്താതെ ഫ്രീസറിൽ സൂക്ഷിച്ച വേവിച്ച ചിക്കൻ, കാലാവധി കഴിഞ്ഞ പാൽ, തീയതി രേഖപ്പെടുത്താതെ ഫ്രീസറിൽ സൂക്ഷിച്ച മസാലക്കൂട്ട്, മതിയായ താപനിലയിൽ സൂക്ഷിക്കാത്ത മയോനൈസ്, തക്കാളി ചട്നി, തീയതി രേഖപ്പെടുത്താതെ ഫ്രീസറിൽ സൂക്ഷിച്ച മുളക് ഇഞ്ചി പേസ്റ്റ്, തുറന്നുവെച്ച ചില്ലി സോസ് തുടങ്ങിയവയാണ് ന്യൂനൂറയിൽ നിന്നും പിടികൂടിയത്. സുരക്ഷിതമല്ലാതെ സൂക്ഷിച്ച ഭക്ഷ്യയോഗ്യമല്ലാത്ത പാകം ചെയ്യാത്ത ചിക്കൻ, ചിക്കൻ അൽഫാം, മസാല പുരട്ടിയ ചിക്കൻ, പാകം ചെയ്ത പഴകിയ ബീഫ്, തുറന്നുവെച്ച സലാഡ്, തുറന്നുവെച്ച മസാലക്കൂട്ട്, തുറന്നുവെച്ച ഇഞ്ചി പേസ്റ്റ്, തുറന്നുവെച്ച സോസ് എന്നിവയാണ് സഫ്രോൺ മന്തിയിൽ നിന്നും പിടികൂടിയത്. തുറന്നുവെച്ച ഈച്ചായിരിക്കുന്ന സവാള, അവൽ, ചെറുപയർ, ഉരുളക്കിഴങ്ങ്, മസാല തുടങ്ങിയവയാണ് ടീ സ്പോട്ടിൽ നിന്നും പിടികൂടിയത്. ന്യൂനൂറയ്ക്ക് 10,000 രൂപയും സഫ്രോൺ മന്തിക്ക് 8,000 രൂപയും ടീ സ്പോട്ടിന് 2,000 രൂപയും പിഴ ചുമത്തി. ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി നോട്ടീസും നൽകി. തട്ടുകടയിലും കള്ളന്മാർ. തച്ചനാട്ടുകര നാട്ടുകലിലാണ് തട്ടുകടയുടെ വാതിൽ കുത്തിത്തുറന്ന് 6,000-ഓളം രൂപ കവർന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. കടയുടെ സമീപത്തുള്ള വീട്ടിൽ നിന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച 3.5 പവൻ സ്വർണ്ണാഭരണവും മോഷ്ടിച്ചിരുന്നു. കളവുകൾ നടന്നത് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്ത്. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പട്ടിശ്ശേരി അബൂബക്കർ, സഹോദരൻ നിസാർ അഹമ്മദ് എന്നിവർ ചേർന്ന് നടത്തുന്ന തട്ടുകടയിലാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ കള്ളൻ കയറിയത്. രാത്രി 9:30-ഓടെ കടയടച്ച് ഇവർ വീട്ടിലേക്ക് പോയിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 6 മണിക്ക് കട തുറന്ന് അകത്ത് കയറിയപ്പോഴാണ്
ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന കടലാസുകൾ നിലത്ത് ചിതറിക്കിടക്കുന്നതായി അബൂബക്കറിൻ്റെയും സഹോദരൻ നിസാർ അഹമ്മദിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. പന്തികേട് തോന്നി ഇവർ നടത്തിയ പരിശോധനയിലാണ് കടയുടെ പിറകുവശത്തെ ഇരുമ്പുവാതിൽ കുത്തി തുറന്നതായി കണ്ടതെന്ന് നിസാർ അഹമ്മദ് പറഞ്ഞു. ഫ്രണ്ടിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്ക് ഡോറ് പൊളിച്ചിട്ടാണ് അവർ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നാട്ടുരുമ, പിന്നെ പാലിയേറ്റിൻ്റെ ബോക്സിൽ, കളക്ഷൻ ബോക്സിൽ ആ ബോക്സ് ഫുൾ അവർ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ചില്ലറ പൈസകൾ പച്ചക്കറിക്ക് വേണ്ടിയിട്ടും ബീഫിന് ചിക്കനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൈസകൾ ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. പിന്നെ അവർ ബാക്കിൽ കൊണ്ടുപോയിട്ടാണ് പൈസ തിട്ടപ്പെടുത്തിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. ഏകദേശം ഒരു 9-10 റുപ്യയുടെ അടുത്ത് പോയിട്ടുണ്ട്. ഡോറ് അവർ പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു, സ്കൂറ് അയച്ച് പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. മാംസവും പച്ചക്കറിയും വാങ്ങുന്നതിനായി ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന 6000-ഓളം രൂപ നഷ്ടപ്പെട്ടു. മേശയ്ക്ക് മുകളിലുണ്ടായിരുന്ന തച്ചനാടുകര പാലിയേറ്റീവ് കെയറിൻ്റെയും നാട്ടുരുമ നാട്ടുകലിൻ്റെയും സംഭാവനപ്പെട്ടിയും കള്ളൻ കൊണ്ടുപോയി. കടയോട് ചേർന്ന് പണി നടക്കുന്ന വീടിൻ്റെ മറവിൽ പൊട്ടിച്ച നിലയിൽ പെട്ടികൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ അതിർത്തി പങ്കിടുന്ന കലമ്പറമ്പിൽ സെയ്ദിൻ്റെ വീട്ടിൽ നിന്നും 3.5 പവൻ സ്വർണ്ണാഭരണങ്ങളും കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയോടെ കള്ളൻ കൊണ്ടുപോയിരുന്നു. തിങ്കളാഴ്ച രാത്രി ആര്യമ്പാവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ മോഷണ ശ്രമവും നടന്നിരുന്നു. ഒരാഴ്ചക്കിടെ തച്ചനാടുകര കേന്ദ്രീകരിച്ച് 3 മോഷണങ്ങളാണ് നടന്നത്. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ പിടികൂടാൻ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അവർ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള പരാതിയില്ല. പക്ഷേ ഡോഗ് സ്ക്വാഡ്, അതുമായി വിരലടയാള വിദഗ്ധർ ഇതൊക്കെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷെ മഴയായത് കാരണം മറ്റ് തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ഗൗരവപരമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടാവണം. കള്ളന്മാരെ പിടിക്കാനുള്ള, അതോടൊപ്പം തന്നെ അവിടെ പിന്നെ സ്വർണവും മറ്റും നഷ്ടപ്പെട്ടത് തിരിച്ച് പിടിക്കാനുള്ള അന്വേഷണം ദ്രുതഗതിയിൽ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സ്റ്റേഷൻ പരിധിയിലെ ആരാധനാലയങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചെലവാക്കി നവീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ചോർച്ച. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ 4 ഇടങ്ങളിലാണ് ചോർച്ചയുള്ളത്. സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഷൊർണൂരിൽ സ്റ്റേഷൻ നവീകരണം പുരോഗമിക്കുന്നതിനിടെയാണ് പ്ലാറ്റ്ഫോമിൽ ചോർച്ച അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം നീളം വർദ്ധിപ്പിക്കൽ പൂർത്തിയായത്. പുതുതായി നവീകരിച്ച ഭാഗത്താണ് ചോർച്ച ഉള്ളത്. ചൊവ്വാഴ്ച രാത്രി പെയ്ത മഴയിലാണ് പ്ലാറ്റ്ഫോമിൻ്റെ 4 ഭാഗത്തുകൂടി വെള്ളം അകത്തേക്ക് വീഴുന്നത് യാത്രക്കാർ കണ്ടത്. വിഷയത്തിൽ പരാതിയുമായി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനും യാത്രക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം ലക്കിടിയിൽ ഭാരതപ്പുഴയിൽ ഒരാൾ അകപ്പെട്ടതായി സംശയം. ഷൊർണൂർ അഗ്നിശമന സേന തിരച്ചിൽ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ ലക്കിടി പാലത്തിന് മുകളിൽ സ്കൂട്ടറും റെയിൻകോട്ടും ചെരുപ്പുകളും കണ്ടതിനെ തുടർന്നാണ് പരിശോധന തുടങ്ങിയത്. ബുധനാഴ്ച രാവിലെ പാലത്തിന് മുകളിലൂടെ നടക്കുന്നവരാണ് സ്കൂട്ടറും റെയിൻകോട്ടും പുരുഷന്റെ ചെരുപ്പുകളും കണ്ടത്. പിന്നീട് പഴയന്നൂർ പോലീസ് ആദ്യം സ്ഥലത്തെത്തി. ഇതിനുശേഷം ഒറ്റപ്പാലം പോലീസും സ്ഥലത്തെത്തി. പാലത്തിന്റെ നടുവിലാണ് സ്കൂട്ടർ നിന്നിരുന്നത്. KL 9AQ 768 എന്ന നമ്പറുള്ള വാഹനമാണ് കണ്ടത്. പാലക്കാട് സ്വദേശിയുടേതാണ് സ്കൂട്ടർ. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ ഗേറ്റിൽ വാഹനമിടിച്ച് ഗേറ്റ് തകർന്നു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവമുണ്ടായത്. പാമ്പാടി ഭാഗത്തു നിന്ന് ലക്കിടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് ഇടിച്ചാണ് ഗേറ്റ് തകർന്നത്. തീവണ്ടി പോയ ശേഷം ഗേറ്റ് മുഴുവനായി തുറക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് ഗേറ്റിലെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗേറ്റിന്റെ തകർച്ച അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ജൂലൈ 1 മുതൽ ട്രെയിൻ യാത്രാ നിരക്ക് കൂടും. ടിക്കറ്റുകൾക്ക് നേരിയ നിരക്ക് കൂട്ടാൻ റെയിൽവേ തീരുമാനിച്ചു. അവസാനമായി 5.5 വർഷം മുമ്പാണ് ട്രെയിനുകളിൽ യാത്രാ നിരക്ക് കൂട്ടിയിരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ട്രെയിൻ യാത്രാ നിരക്ക് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് റെയിൽവേ. ജൂലൈ 1 മുതൽ കൂട്ടിയ ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം റെയിൽവേയുടെ ഔദ്യോഗിക അറിയിപ്പുണ്ടാകും. നോൺ AC മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കിലോമീറ്ററിന് 1 പൈസ നിരക്കിൽ നിരക്ക് വർദ്ധിപ്പിക്കും. AC ടിക്കറ്റുകളിൽ 2 പൈസയും വർധനവുണ്ടാകും. 500 കിലോമീറ്ററിന് മുകളിൽ വരുന്ന സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് കിലോമീറ്ററിന് 1/2 പൈസ എന്ന നിലയിൽ വർധനവുണ്ടാകും. സീസൺ ടിക്കറ്റുകാർക്ക് നിരക്ക് വർധനവ് ഉണ്ടായേക്കില്ല എന്നാണ് അറിവ്. സബർബൻ ട്രെയിനുകൾക്കും 500 കിലോമീറ്റർ വരെയുള്ള സെക്കൻഡ് ക്ലാസ് യാത്രകൾക്കും ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. ജൂലൈ 1 മുതൽ തൽക്കാൽ ടിക്കറ്റുകൾക്ക് ആധാർ OTP നിർബന്ധമാക്കി റെയിൽവേ അടുത്തിടെ ഉത്തരവിറക്കിയിരുന്നു. അനധികൃതമായി ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നത് അവസാനിപ്പിക്കാനാണിത്. യഥാർത്ഥ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കാത്ത സ്ഥിതി തടയാനുമാണിത്. ട്രെയിനുകളുടെ ആധുനികവൽക്കരണം, പാത ഇരട്ടിപ്പിക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം, അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നിർമ്മാണം തുടങ്ങിയ വിവിധ പദ്ധതികൾ റെയിൽവേ നടപ്പാക്കി വരികയാണ്.
ടിക്കറ്റ് നിരക്കിൽ നേരിയ വർധനവാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. AYF മണ്ണാർക്കാട് നടമാളിക റോഡിൽ നടത്തിയ സമരം പ്രഹസനമാണെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ. 22 ലക്ഷം രൂപയ്ക്ക് കട്ട വിരിച്ചുള്ള നവീകരണമാണ് നഗരസഭ നടപ്പാക്കുന്നത്. ഇതിന് ടെൻഡർ നടപടി നടക്കുകയാണ്. ഇതറിഞ്ഞ റോഡ് നവീകരണത്തിൻ്റെ ക്രെഡിറ്റ് അടിക്കാനുള്ള ശ്രമമാണ് AYF നടത്തുന്നതെന്നും സമരത്തെ പുച്ഛിച്ചു തള്ളുന്നതായും ചെയർമാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിലായിരുന്നു ചെയർമാൻ്റെ പ്രസ്താവന. നഗരസഭ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് അതിൽ MLA ചേർത്ത് പറയുന്നുണ്ട്. MLA ഫ്ലഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ആദ്യമായിട്ട് ആ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്തപ്പോൾ 3-4 വർഷം കഴിഞ്ഞപ്പോൾ റോഡ് വീണ്ടും പൊളിഞ്ഞു. എന്നിട്ട് പോലും ഈ നമ്മുടെ പൂരത്തിന് മുൻപായിട്ട് അടിയന്തരമായിട്ട് അതിലെ കുഴികളടച്ച് നമ്മൾ ക്ലിയർ ആയി കൊടുത്തു അല്ലേ. അതിന് ശേഷം ഇപ്പോൾ വീണ്ടും പൊളിഞ്ഞു. പക്ഷേ കൃത്യമായിട്ട് അതൊരു പ്രധാന റോഡാണെന്നും താലൂക്ക് ഹോസ്പിറ്റലിലേക്കും അതുപോലെ വടക്കോണത്തേക്കും രജിസ്റ്റർ ഓഫീസിനും വില്ലേജിലേക്കൊക്കെ പോകുന്ന റോഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടുത്തെ വാർഡ് കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെ ചെയർമാൻ എന്നുള്ള നിലക്ക് ഞങ്ങൾ തന്നെ അവിടെ പോയി അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് 22 ലക്ഷത്തിൽ പരം രൂപ 23 ലക്ഷത്തോളം രൂപക്ക് അതിൻ്റെ ഇൻ്റർലോക്ക് കട്ട വിരിച്ച് ഭംഗിയാക്കാൻ വൃത്തിയാക്കാനും ആ റോഡ് ഗതാഗത യോഗ്യമാക്കാനും പിന്നെ എസ്റ്റിമേറ്റ് ഈ 2025 എടുത്തിട്ടുണ്ട്. ടെൻഡറിൻ്റെ അതിലാണ്. ടെൻഡർ ചെയ്ത് വൈകാതെ 1-2 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കും. ഒരു മാസം മാക്സിമം ഒരു മാസം വേണ്ടിയുള്ളൂ. അത് അതിൻ്റെ TS കിട്ടിയോ സുരേഷേ? അല്ല, ഏജൻസിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അടിയന്തരമായിട്ട് ആ റോഡ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു സമരം പ്രഹസനം, അതായത് ഇതൊക്കെ ഇപ്പോൾ അറിയണ്ടല്ലോ, ഇത്രയും ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാം, ഞങ്ങൾ സമരം ചെയ്തിട്ട് നടമാളിക റോഡ് ശരിയാക്കി എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണെങ്കിൽ ഈ സമരം വളരെ ഉച്ചത്തോടെ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. കാരണം ജനങ്ങളുടെ ആഗ്രഹമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള അലനല്ലൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അലനല്ലൂർ ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങൾ ഞാനിട്ടല്ല നമുക്ക് പണിയില്ലാത്തത്, നമ്മുടെ സ്ഥാപനം അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ വർക്ക് കുറവ് സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനു വേണ്ടിയാണ് സംഘടനാ സംവിധാനം നമ്മൾ ഒരുക്കിയത്. സ്ഥാപന നവീകരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഗൈഡൻസും സപ്പോർട്ടും ചെയ്യാൻ സംഘടനാ സംവിധാനം റെഡിയാണ്. പക്ഷേ അതിന് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രയാസങ്ങളായി വരുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി അധ്യക്ഷനായി. മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസർ ബഷീർ കുട്ടി ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് രാമദാസൻ മണ്ണാർക്കാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ പാലക്കാട്, സംസ്ഥാന കമ്മിറ്റി അംഗം NP ഷെരീഫ്, മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി വി മണികണ്ഠൻ, പി കൃപ, S അജി, K അനിൽകുമാർ, K സിദ്ദിഖ്, PK കുഞ്ഞലവി തുടങ്ങിയവർ പങ്കെടുത്തു. താരലേലം പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ കൂടിയ തുകയ്ക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്കാണ് കൗതുകകരമായ ഈ താരലേലം നടന്നത്. ഒരു കാലത്ത് ഫുട്ബോൾ മൈതാനങ്ങളെ പുളകം കൊള്ളിച്ച കുമരമ്പത്തൂരിലെ 72കാരൻ പൂക്കോയ തങ്ങൾ മുതൽ 15 വയസ്സുകാരൻ വരെ ലേലം വിളിക്കപ്പെട്ടു. പ്രായപരിധി നിശ്ചയിക്കാത്ത താരലേലത്തിൽ അടിസ്ഥാന വില 100 രൂപയായിരുന്നു. യുവതാരം ഷുഹൈബ് 4500 രൂപയും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും മുൻ ഫുട്ബോൾ താരവുമായ നൌഫൽ തങ്ങൾ 1200 രൂപയ്ക്കും കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് 900 രൂപയ്ക്കും 72കാരൻ തങ്ങളുപ്പയ്ക്ക് 2200 രൂപയ്ക്കുമാണ് ലേലം പോയത്. എക്കാലത്തും ഫുട്ബോളിന് വലിയ പ്രാധാന്യം കൊടുത്തൊരു നാടാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കുമരമ്പത്തൂരിൽ പള്ളിക്കുന്ന് എന്നുള്ള ഈ പ്രദേശം. അതിൻ്റെ ആരവങ്ങൾ ഇനിയും ഉയരുകയാണ്. പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായി അതിൻ്റെ ലേലം വിളി ഇവിടെ നടന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ക്ലബിൻ്റെ ഭാരവാഹികൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇത് നടന്നത്. മത്സരം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഭാരവാഹികൾ ഇവിടെ സൂചിപ്പിക്കും. ഏതായിരുന്നാലും ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇനി വരാൻ പോകുന്ന ഫുട്ബോൾ പോരാട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള
അനുഭവത്തിലേക്ക് എല്ലാ ആളുകളെയും ആ മത്സര ദിവസം കൃത്യമായി സ്വാഗതം ചെയ്യുക. ഈ മാസം 28-ന് പയ്യനടം കഷായപ്പടി ടർഫിലാണ് ടൂർണമെന്റ്. പ്രദേശത്തെ മുഴുവൻ ഫുട്ബോൾ താരങ്ങളെയും രജിസ്റ്റർ ചെയ്യിപ്പിച്ചായിരുന്നു താരലേലം. 8 ടീമുകളിലായി 72 കളിക്കാരെയാണ് ലേലത്തിലൂടെ കണ്ടെത്തിയത്. ഫസ്റ്റ് ഗോൾ, സെക്കൻഡ് ഗോൾ വിളിച്ചോ. 300 മറുനാടൻ 300 ഫസ്റ്റ് ഗോൾ, സെക്കൻഡ് ഗോൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടുകല്ലിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. കുട്ടി പഠിച്ചിരുന്ന ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ പ്രതിഷേധം. സ്കൂളിലെ മാനസിക പീഡനം കൊണ്ടാണ് കുട്ടി മരിക്കാനിടയായതെന്ന ആരോപണം. സ്കൂളിൽ സംഘർഷാവസ്ഥ. പ്രതിഷേധത്തെ തുടർന്ന് പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേരെ പുറത്താക്കി. 1.5 മാർക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ 9ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തിയിരുന്നതായി പിതാവ് പ്രശാന്ത്. ചെർപ്പളശ്ശേരിയിൽ കൃഷിഭവനെതിരായ അഴിമതി ആരോപണം. ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും പങ്കെന്നാരോപിച്ച് UDF നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന് നേതാക്കൾ. UDF നടത്തിയ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്നും കർഷകർക്ക് ഒരാനുകൂല്യവും നഷ്ടമായിട്ടില്ലെന്നും ചെയർമാൻ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന പദ്ധതികൾക്ക് സെക്രട്ടറി തടസ്സം നിൽക്കുകയാണെന്ന ആരോപണം. കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. തനിക്കെതിരായ കോൺഗ്രസ് ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സെക്രട്ടറി. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ABC പദ്ധതിക്കായി കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതായി കൗൺസിലർമാർ. നഗരസഭയിലെ എല്ലാ തെരുവുനായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കുമെന്ന് ചെയർപേഴ്സൺ. ഒറ്റപ്പാലത്ത് ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 3 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. പിഴ ഈടാക്കി. പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ. അങ്ങാടിപ്പുറത്തെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും. ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ പണിമുടക്കും. അങ്ങാടിപ്പുറത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന മഞ്ഞളാംകുഴി അലി MLA. 27-ന് യോഗം ചേരും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.